അങ്ങനെ പണിക്ക് പോകാത്ത ഒരു ദിവസം വന്നിരിക്കും സുഹൃത്തുക്കളെ. പക്ഷെ രാവിലെ തന്നെ വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്, ജിമ്മിൽ. അങ്ങനെ പോകുന്നതിന് മുന്നേ പ്രീ വർക്കൗട്ട് ആയിട്ട് ഒരു ഏത്തക്കം കയറ്റി. ഇന്ന് പിന്നെ നമുക്ക് ഷോൾഡർ ആണ് വന്നതും. ആദ്യം തന്നെ വാപ്പും കഴിഞ്ഞ് ഷോൾഡറിന് വേണ്ടി കേബിൾ അപ്പറേറ്റും ചെയ്തു. അതും കഴിഞ്ഞ് മാക്സിമം വെയിറ്റിൽ ഡംബിൾ ഷ്രങ്ക്സും ചെയ്തു. ഇന്ന് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയില്ലാത്തതുകൊണ്ട് സമയം ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനിലോട്ട് സമയമുള്ളതുകൊണ്ട് നമുക്ക് കുറേയേറെ സ്ട്രെച്ചിങ് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ടും കഴിഞ്ഞ് ഫൈനൽ പോസ്. മോട്ടിവേഷന് വേണ്ടി മാത്രമാണ് അടുത്തേക്കുന്ന ആ ഹാഫ് നേക്കഡ്. ഇറങ്ങി കഴിഞ്ഞ് ആ കാണുന്ന മുതൽ 1/2 കിലോ പഴവും വാങ്ങി. അവിടുന്ന് നമ്മൾ നേരെ റൂമിലോട്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് സ്മൂത്തിയാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവനെ കാണാം. അതും കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ നല്ലൊരു കുളി. രാവിലെ തന്നെ പറ്റുന്ന രീതി 4 മുട്ടയും കയറ്റി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് വാങ്ങി. വിശപ്പിന്റെ വിളി കേട്ടത് അലാറത്തേക്കാട് മുന്നേ എഴുന്നേറ്റ്. അന്നാ പിന്നെ ഇന്ന് അവധിയല്ലേ, എന്തെങ്കിലും കുക്ക് ചെയ്യണമല്ലോ എന്നോർത്ത് സാധനം വാങ്ങാനറിയാം. ആ ഉറങ്ങി എഴുന്നേറ്റിന്റെ ഹാലുസിനേഷൻ മാറാൻ വേണ്ടി ഒരു ലൈം ജ്യൂസ്. ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് ഈ ഒരു ചടങ്ങ് നമ്മൾ മാറ്റി വെക്കുന്നില്ല. ഇനിയിപ്പോൾ തുണി വാശാനിട്ടിട്ട് നമുക്കറിയാവുന്ന രണ്ടാമത്തെ ഡിഷ് ഉണ്ടാക്കാം. ഏതാണെന്നല്ലേ, ഈ ഒരു സോയാബീൻ ഫ്രൈ. ഇനി ആദ്യത്തെ ഡിഷിന് കൺഫ്യൂഷൻ വേണ്ട, ആ മുട്ട വറുത്തത്. കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളെല്ലാം ഇവിടെ കോമൺ ആണ്. പക്ഷെ കഴുകി വെച്ചില്ലെങ്കിൽ എന്റെ മണ്ടക്കടിക്കും. കഴിച്ചു കഴിഞ്ഞത് അലക്കം കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ ചോളവും കയറ്റി ഈ സർവ്വമായും കണ്ടു. ഇന്ന് നമ്മൾ ഇതിനായിട്ട് അറ്റൻഡൻസ് ഇട്ടിട്ടില്ല, അതിനുവേണ്ടിയാണ് പോകുന്നത് കാപ്പി കുടിക്കാൻ. ഇന്ന് പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ല, വേറൊരു മുതലുണ്ട്. ഈ 2 കാപ്പിയിൽ ഏതാണ് കടുപ്പം കൂടിയത് ഏതാണ് കടുപ്പം കുറഞ്ഞത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു മുതൽ. അങ്ങനെ ഫൈനലി കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ അതിനെ പറഞ്ഞുവിട്ട് നമുക്ക് നേരെ പാർക്കിൽ പോകും. ഒരു വീഡിയോ എടുക്കാൻ എന്തുമാത്രം കഷ്ടപ്പാടാണെന്നറിയും. അവിടുന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ഇരുന്ന് അങ്ങനെ 7 മണി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ നാളത്തേക്ക് ഒരു ഓറ് പാലും മേടിച്ചു. ഇന്നത്തെ ഡിന്നറും കഴിച്ച് ഞാൻ ഇനി റൂമിൽ പോട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.